ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പാലപ്പാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് ഇതിലേക്ക് ചോറ്, അവിൽ അങ്ങനെ യാതൊന്നും വേണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് ചേരുവയിൽ മാത്രം നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ മുൻപ് പാലപ്പത്തിൻ്റെ പല റെസിപ്പികളും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ്. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറച്ച് ചേരുവ മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. നമ്മളിന്നിവിടെ ഈ ഒരു അപ്പം തയ്യാറാക്കാനായിട്ടുള്ള ചേരുവകളൊക്കെ അളന്നെടുക്കുന്നത് ഈ ഒരു മെഷറിംഗ് കപ്പിലാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml അളവിലുള്ള മെഷറിംഗ് കപ്പാണ്. അപ്പോൾ മെഷറിംഗ് കപ്പ് ഉള്ളവർ മെഷറിംഗ് കപ്പിൽ എടുക്കുക. അല്ലാത്തവർ വീട്ടിലുള്ള ചായ കുടിക്കുന്ന ഗ്ലാസ്സോ കപ്പോ ഒക്കെ കാണുമല്ലോ, അപ്പോൾ അതിലെടുത്താൽ മതി. നമ്മളപ്പോൾ ആ ഒരു കപ്പിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് അളന്നെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പച്ചരി ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയാണുള്ളതെന്ന് വെച്ചാലും കുഴപ്പമില്ല, അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പച്ചരി എടുത്തിട്ടുള്ളത് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു 5 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരിയാണുള്ളതെന്ന് വെച്ചാൽ പച്ചരി ഇതുപോലെ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പച്ചരി കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. വലിയ ജാറാകുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതേ ഞാനിവിടെ കംപ്ലീറ്റ് പച്ചരി നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്ര വെള്ളമുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്റർ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് തിക്നെസ്സിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്നെസ്സിൽ തന്നെ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ പച്ചരി നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കറക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ബാറ്റർ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാറ്റർ ലൂസാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു തവി ബാറ്റർ ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഇതുപോലെ ഒരു തവി തന്നെ എടുത്താൽ മതി. ഇതിലേക്ക് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കപ്പി കാച്ചി എടുക്കാറുണ്ട് കേട്ടോ. കപ്പി കാച്ചാൻ വലിയ റിസ്ക് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമുക്കിത് കപ്പി കാച്ചി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് കപ്പി കാച്ചാനായിട്ട് ഞാനത് ഗ്യാസ് സ്റ്റോപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കുക. കൈ നിർത്താതെ ഇളക്കി കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനത്തെ നമ്മളിവിടെ നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറുക്കിയെടുക്കണം, അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ എടുക്കുകയാണെങ്കിൽ അടി പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിന്നാൽ മതി. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, കൂട്ടി വെക്കരുത്. അപ്പോൾ ഇത് നമ്മളെ കപ്പി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കപ്പി കാച്ചിയതൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടോട് കൂടി ഇട്ട് കൊടുക്കരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പി കാച്ചിയത് കംപ്ലീറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിവിടെ നല്ല തരി പോലെയുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സെയിം കപ്പിൽ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മളിതിൽ തേങ്ങ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തേങ്ങയുടെ ഒരു ഫ്ലേവർ കൂടി കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള മിക്സ് നമ്മൾ നേരത്തെ പച്ചരി അരച്ച് വെച്ചായിരുന്നല്ലോ, അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കറക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് പച്ചരിയുടെ ഒരു ബാറ്ററാണ് റെഡിയാക്കിയത്. പിന്നെയാണ് നമ്മൾ കപ്പി കാച്ചിയതും ഈസ്റ്റൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചോറ് ചേർക്കുന്നില്ല, അവിൽ ചേർക്കുന്നില്ല. അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഇടയ്ക്ക് മിക്സാക്കണം.
ഇപ്പോൾ അതേ നമ്മൾ ഈ ഒരു ബാറ്ററിന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. നമ്മൾ കപ്പി കാച്ചിയത് ചെറിയ ചൂടോട് കൂടി അരച്ചതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടിലാണ് നമ്മൾ ഈ ഒരു ബാറ്റർ ഉള്ളത്. ബാറ്ററിൻ്റെ തിക്നെസ് കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാറ്റർ റെഡിയാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഞാനത് അരച്ച് വയ്ക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ട് കുറച്ച് ചൂട് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുൻപ് അപ്പത്തിൻ്റെ റെസിപ്പിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂട് കിട്ടുന്ന ഏരിയയിൽ വെക്കാൻ, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മാവ് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് മാവൊക്കെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി ഇതൊന്ന് മിക്സ് ആക്കാം കേട്ടോ. ഒരുപാട് ഇട്ടിട്ട് ഇളക്കി മറിക്കേണ്ട. നമ്മളിതിലേക്ക് എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചിങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം കളയേണ്ട, നമ്മുടെ പാലപ്പം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അങ്ങനത്തെ നമ്മൾ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒരു തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ ഹോൾസ് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. പിന്നെ വല്ലാണ്ട് ചൂട് കൂടാനും പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചുറ്റിച്ച് ഷേപ്പ് ചെയ്യാനും പറ്റില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ഫ്ലെയിം വയ്ക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാലപ്പം ഇവിടെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എടുക്കുകയാണ്. നന്നായിട്ട് മുരിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ നല്ല വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും വെന്ത് വരുമ്പോൾ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ലോണം ഹോൾസൊക്കെ വന്നിട്ടുള്ള അടിപൊളി പാലപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഞാൻ മുൻപ് പാലപ്പം ഉണ്ടാക്കാനുള്ള പല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടും തേങ്ങ ചേർക്കാതെയൊക്കെ തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് ഇട്ടത്. നമ്മൾ പിന്നെ മുൻപ് പാലപ്പത്തിൽ തേങ്ങ ചേർക്കാണ്ട് ഉണ്ടാക്കിയപ്പോൾ കുറേ പേര് പറഞ്ഞു തേങ്ങ ചേർക്കാത്തതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ തേങ്ങ ചേർക്കാത്തതുകൊണ്ട് പാലപ്പല്ല എന്നൊക്കെ കമൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു അപ്പത്തിന് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ. നിങ്ങൾ തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കണതും തേങ്ങ ചേർക്കാതെ ഈ ഒരു അപ്പം ഉണ്ടാക്കണതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് കേട്ടോ. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ഒരു തേങ്ങയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല സോഫ്റ്റുമാണ്. നല്ല ചട്നി അല്ലെങ്കിൽ നല്ല മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ കറി എന്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ചുമ്മാ ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെയാണ്. മധുരമൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാൻ, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു സൂത്രമാണ് നമ്മളിന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പാലപ്പം അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പുതിയ ട്രിക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് വേണം കമൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്, അധികം പണികളൊന്നും ഇല്ല കേട്ടോ. തേങ്ങ ചിരകേണ്ട പണിക്ക് ഭയങ്കര ഒരു പണിയാണ് ചിലർക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുക്കിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെ നല്ല വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളും ടിപ്സുകളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്